രണ്ടുപേരാണ് കേട്ടോ ഈ ഒരു ഊതുന്ന ടാസ്ക് ചെയ്തത്. നമ്മൾ മുമ്പിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ടീമിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന്. അങ്ങനെയല്ല സംഭവിച്ചത്. അത് നമ്മൾ പ്രോമോ കണ്ടത് വെച്ചിട്ട് പറഞ്ഞതാണ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. പക്ഷെ ആ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. 3 പേരെ വെച്ച് ടീം ഡിവിഷൻ നടത്തുന്നത് തന്നെയാണ് ഫെയർ ഗെയിം. അല്ലാത്ത പക്ഷം ജഡ്ജ്മെന്റിലും നെസ്റ്റിന്റെ ആധിപത്യം ഉണ്ടാവും. നമുക്ക് ലൈവിലേക്ക് വരാം. നെസ്റ്റിന്റെ അർജുനും അഭിഷേകും ബൗളിലെ പേപ്പർ മൊത്തം ഊതി തീർത്തത് വെറും 1 മിനിറ്റും 10 സെക്കൻഡും കൊണ്ടാണ്. ടണലിന്റെ സായും അപ്സരയും മൊത്തം ഊതി തീർത്തത് 2 മിനിറ്റും 9 സെക്കൻഡും കൊണ്ടാണ്. ഡെൻ ടീം ഈ ഒരു ടാസ്ക് തീർക്കാൻ ഒത്തിരി സമയം എടുത്തു കേട്ടോ. 7 മിനിറ്റും 16 സെക്കൻഡും എടുത്തിട്ടാണ് നന്ദനയും ജിൻഡോയും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ജിൻഡോ ഊതുമ്പോഴാണ് തുപ്പലായിരുന്നു തെറിച്ചോണ്ടിരുന്നത്. നന്ദനയാണ് കുറെയൊക്കെ ഊതിയത്. പിന്നെ കുഴപ്പമില്ല, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. ആ സമയത്താണ് നന്ദനയ്ക്ക് ഒരു ബ്രീതിങ് പ്രോബ്ലം വരുന്നത്. അർജുൻ നന്ദനെ തൂക്കിയെടുത്തോണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ഒരു ടാസ്ക് നിർത്തിവെക്കുന്നുണ്ട്. നന്ദന ജിൻഡോയേക്കാൾ ശക്തിയോടെയാണ് ഊതിയത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ബ്രീത്തിങ് ഇഷ്യൂ വന്നത്. അർജുനെ പോലെയോ അഭിഷേകിനെ പോലെയോ ഒന്നും അത്രയും ലങ് കപ്പാസിറ്റി എല്ലാവർക്കും കാണണം എന്നില്ലല്ലോ. കൊടുങ്കാറ്റിന്റെ പവറിലാണ് രണ്ടുപേരും ഊതിയത്. പ്രത്യേകിച്ച് അർജുന്റെ കാറ്റിന് ഒടുക്കത്തെ പവറായിരുന്നു. മൊത്തത്തിൽ അങ്ങ് തെറിച്ചു പോകുന്നതാണ് കണ്ടത്. അതുകൊണ്ട് അവർ ഈ ടാസ്കിൽ ജയിച്ചു. നന്ദനയും ജിൻഡോയും അത്രയും ടൈം പിടിച്ചത് ചിലപ്പം അത്രയും ഇതില്ലാത്തോണ്ടായിരിക്കാം, ലങ് കപ്പാസിറ്റി ഇല്ലാത്തോണ്ടായിരിക്കാം. എന്തായാലും നന്ദന ഓക്കെ ആവുന്നത് ഇപ്പോ ലൈവില് കുറച്ചു നേരം മുമ്പ് കാണിച്ചു. ആളുകൾ ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആവുന്നത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നന്ദന അപ്പൊ തന്നെ ഓക്കെ ആയി പുറത്തേക്ക് വന്നു. പീപ്പിൾസ് ടീം മത്സരിക്കാനുണ്ടായിരുന്നു. ശ്രീതു മൻസിബയും ഊതി തീർത്തത് 6 മിനിറ്റും 43 സെക്കൻഡും കൊണ്ടാണ്. ഇതിൽ നെസ്റ്റ് തന്നെ ജയിച്ചു. എന്തായാലും ഇനി ടാസ്കിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നെസ്റ്റിനെ വിജയികളായിട്ട് പ്രഖ്യാപിച്ച് ആ ഒരു ബോണസ് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്തു കൊടുക്കാം. ഇനിയും ടാസ്കുകൾ വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്തായാലും വെക്കുമായിരിക്കും. 12 ടാസ്കുകളായിരിക്കും ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇനിയും ടാസ്കുകൾ ബാക്കിയുണ്ട്. എല്ലാത്തിലും നെസ്റ്റ് തന്നെ ജയിക്കും മിക്കവാറും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.